ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇന്നേക്ക് 13ാമത്തെ ദിവസമായി. സ്റ്റിച്ചൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഇന്ന് മുതൽ എനിക്ക് കുളിക്കാനും പറ്റും. അപ്പോൾ ഇന്ന് കുളിക്കുന്നൊരു ഡേയും കൂടിയാണ് എൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ. എണീറ്റ് പാടെ ഞാൻ ചെയ്യുന്നത് മെഡിറ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലിന് വർക്കൗട്ടുകളുണ്ട്, ഫിസിയോ കുറച്ച് അധികമുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ ഞാനിതാ എക്സസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ കാല് പൊക്കുക, താഴ്ത്തുക, മാക്സിമം ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എന്താണ് കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നല്ലേ, ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എഴുതുകയാണ്. പിറ്റേ ദിവസം അതൊക്കെ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തതിനെല്ലാം ടിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് സാറേ. പിന്നെ ചുറ്റുള്ളതൊന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചു. അപ്പം ഞാൻ തലയിൽ കുറച്ച് എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലത്തിന് ശേഷമുള്ള കുളിയാണല്ലോ. കണ്ടില്ല ഗൈസ് എൻ്റെ മുടിയുടെ അവസ്ഥ. മുടിയുടെ ഉള്ളിലേക്ക് എൻ്റെ വിരലിടാൻ പെട്ട പാട് എനിക്കേ അറിയത്തുള്ളൂ. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ ഒട്ടും ഹെയർ കെയർ ഒന്നും ചെയ്യില്ല കേട്ടോ. എണ്ണ തേക്കും ചില സമയങ്ങൾ, കൊല്ലത്തിലോ മാസത്തിലോ എപ്പോഴേലും ഇതുപോലത്തെ അവസ്ഥ വരുമ്പോൾ ഒന്ന് എണ്ണ തേക്കും. എന്നിട്ട് നന്നായിട്ട് ഷാമ്പുട്ട് തേച്ച് കളയും കേട്ടോ. എനിക്കിഷ്ടമല്ല എണ്ണ തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ ഡാബർ അമലയുടെ എണ്ണയാണ്. കുറേ വർഷമായിട്ട് ഞാൻ ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ ഒന്നരാടം ദിവസങ്ങളിൽ ഇട്ട് തേച്ച് നന്നായിട്ട് താളിയൊക്കെ ഇടുമായിരുന്നു. ഇപ്പം അതൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ മാസത്തിലോ വർഷത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ എണ്ണ ഇടാനൊരു ആഗ്രഹം തോന്നിയാൽ ഇടും, അത്രേ ഉള്ളൂ. പിന്നെ എണ്ണ ഇട്ടിട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാജ് ചെയ്യാൻ. വേറെ ആരെങ്കിലും മസാജ് ചെയ്ത് തരാണെങ്കിൽ അതിലേറെ ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ മസാജ് ചെയ്ത് സുഖിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹെയർ വളരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട് മസാജ്. കുളി കഴിഞ്ഞിരിക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു കുളി ഉണ്ടല്ലോ, ആഹാ, അത് അനുഭവിച്ച് തന്നെ അറിയണം എന്താ സുഖം. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. മോർണിംഗ് 2 മുട്ട, അതെനിക്ക് വളരെ നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് അടയാണ് തന്നത്. നന്നായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മമാർ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എനിക്ക് നല്ല ഭംഗിയുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട്. കണ്ട, ഇത് വായിലിട്ട് ഇങ്ങനെ കടിക്കാൻ തോന്നുകയെ, പക്ഷെ കടിക്കാൻ പാടില്ലാത്തതുകൊണ്ട് വെള്ളം കുടിച്ചത് എൻ്റെ വികാരങ്ങളെ കടിച്ചമർത്തിക്കൊണ്ട് ഞാൻ കടിക്കാതെ ഉച്ചയായിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ സമയം എത്തിയിരിക്കുകയാണ്. നല്ല പയർ ഉപ്പേരി, ഉരുളക്കിഴങ്ങ് ഫ്രൈ, ചീര ഉപ്പേരി, ഫിഷ് ഫ്രൈ, പുളിയിഞ്ചി, ചോറ്, സാമ്പാർ എല്ലാം കൂട്ടി ഉച്ചയ്ക്കത്തെ ഫുഡ് നല്ല ഗംഭീരമായിട്ട് അങ്ങോട്ട് കഴിച്ചു. സ്നാക്സിൻ്റെ ടൈം ആയിരിക്കുകയാണ്. ഐനാസ് ആണ് ഇന്നത്തെ സ്നാക്സ്. ടീ ആൻഡ് ഐനാസ്. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ പണിയൊന്നുമില്ല. രാത്രി കിടന്നുറങ്ങണം. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.